കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരി വിമുക്ത പരിപാടിയുമായി സഹകരിച്ചുകൊണ്ട് ചന്ദ്രഗിരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ ആദ്യമായാണ് 150 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ റാലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. ഈ ഒരു റാലി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സമീപമായി പ്രവർത്തിക്കുന്ന ഈ ടസ്കർ ഗ്രൂപ്പിന്റെ വോളണ്ടിയേഴ്സ് വ്യത്യസ്തമായ രീതിയിലുള്ള പല ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ഒരു സന്ദേശ ഒരു റാലിയാണ്. 150-ലധികം ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ റോഡിലൂടെ ഓടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും നമ്മുടെ ഈ യുവാക്കൾ ഏറ്റവും സ്വാധീനിക്കുന്നത് പല രീതിയിലുള്ള സമൂഹമായിട്ട് ഏറ്റവും കൂടി സ്വാധീനിക്കുന്ന പോലുള്ള വാഹനങ്ങളുടെ അഴിമതികളും നടത്തുന്ന ഒരു പ്രചാരണമായി തീർച്ചയായിട്ടും ആ വിഷയത്തിൽ വളരെ നല്ല ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ചെമ്മനാട് പഴയ പ്രസ് ക്ലബ്, അവിടെ നിന്ന് കറങ്ങി പഴയ ബസ് സ്റ്റാൻഡ് പോയി, പഴയ കോളേജ് ജംഗ്ഷൻ, അവിടെ നിന്ന് കറന്തക്കാട്, അവിടെ നിന്ന് തിരിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ പഴയ പ്രസ് ക്ലബ് വഴി തിരിച്ചു പോവാണ്. അവിടെ നിന്ന് നേരെ പോകുന്നത് പീസ് പാർക്കിലേക്കാണ്. അവിടെ അതിന് ശേഷം കോട്ടയിൽ പോയി ഫോട്ടോ സെഷൻ, ഫോട്ടോ കാരണമാണ് പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ പ്രക്കാരെത്തിയ ആളുകൾ. ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫി നാലപ്പാട്, സെക്രട്ടറി ഷാഫി നെല്ലിക്കുന്ന്, ട്രഷറർ ഡോക്ടർ CT മുസ്തഫ, പ്രോഗ്രാം ഡയറക്ടർ ഫാറൂഖ് കാസ്മി, ഹാർലി ഡേവിഡ്സൺ ടസ്കർ ചാപ്റ്റർ കുമാർ റെഡ്ഡി, അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് അസീം, ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് ഡയറക്ടർ ഷെരീഫ് കപ്പിൽ, ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ അനസ്, ക്രിയേറ്റീവ് ലീഡ് ആശുധർ, ലേഡീസ് ഓഫ് ഹാർലി നസ്നീൻ, തസീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.